നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണിത്. നമ്മളിവിടെ ലേയിൽ വിസിറ്റ് ചെയ്യാണ്. ബൈക്ക് ട്രിപ്പാണ്. ഇതൊരു 6 ദിവസത്തെ ട്രിപ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡിയോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പാക്കേജായിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലേയിൽ വരുന്നത്. ആൻഡ് ഹിമാലയനും ഓടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ എൻ്റെ വണ്ടി യൂഷ്വലി 100 ഞാൻ ഓടിച്ചിട്ടുള്ളത്. ആൻഡ് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ. പക്ഷേ ലേ ലഡാക്ക് വരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലാകെ കൂടി മെയിൻ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഹിമാലയൻ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്ക് സൂട്ടബിൾ ആണെന്നുള്ളതാണ്. എൻ്റെ ഹൈറ്റ് ഒരു 5'4" അറൗണ്ടാണ്. അതുകൊണ്ട് ഇത് നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കയ്യിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികളുണ്ട്, പക്ഷേ അതൊന്നും ഈ ടൂറിന് കമ്പാറ്റബിൾ അല്ല എന്നായിരിക്കും അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഇന്നലെ ഒരു ദിവസം നമുക്ക് ലോക്കൽ സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ബൈക്ക് റൈഡ് എക്സ്പീരിയൻസ്. ആൻഡ് ഹിമാലയൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും. അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ. അതിനെ പരിചയമില്ലാത്തൊരു ടെറൈനാണിത്. അതേപോലെ തന്നെ ഓക്സിജൻ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പക്ഷേ ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ അത്ര ഹയർ ഓൾട്ടിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി എത്തിയിട്ടില്ല. നമ്മുടെ പ്ലാൻ ഉംലിംഗ്ല അതേപോലെ കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസും കൂടി വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഓക്സിജനൊക്കെ കുറവാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ മര്യാദയ്ക്ക് ബൈക്ക് ഓടിക്കണം എന്ന് മാത്രം. ആൻഡ് സീനറി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മോസ്റ്റ്ലി ഈ ഒരു ഗ്രേ ഷെയ്ഡായിട്ടുള്ള കുറേ മൗണ്ടൻസ് ആണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. പക്ഷേ അതെനിക്ക് തോന്നുന്നു നമ്മൾ മുന്നോട്ട് പോകുന്തോറും ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ബാക്കിയുള്ള റൈഡേഴ്സൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ വ്ളോഗ് പരിപാടിയൊക്കെ ആയിട്ട് എന്ത് പറയുക, കുറച്ച് ഫോക്കസ് വ്ളോഗിങ് പാർട്ടിലാണ്. അതൊന്ന് ശരിയാക്കിയിടാം. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എനിക്കിതിനെ പറ്റി വലിയ ധാരണയുമില്ല. നമ്മളിപ്പോൾ ഇനി സംഗം റിവറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ സമയം നമുക്ക് അവിടെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഇവിടുന്ന് ഒരു അറൗണ്ട് 40 minutes ആണ് സംഘത്തിലേക്ക് ഉള്ളത്. ഹിമാലയൻ ഈ വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് പഴയതാണെന്ന് തോന്നുന്നുണ്ട്. ഇതിന് 411 ആണ്. ഇപ്പം ന്യൂ മോഡൽ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല. അതും ഈ പറഞ്ഞ പോലെ ഹൈറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കംഫർട്ടബിൾ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 100 ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ എന്തായാലും ഇത് ലോങ് റൈഡിൽ ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ ഈ ഓൾട്ടിറ്റ്യൂഡ് കൂടി വരുന്തോറും നമുക്ക് ചെറുതായിട്ടൊരു ഹെഡ് ഏക്ക് പോലെയൊക്കെ ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്.
അത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂ തന്നെയാണോ അതോ വേറെ നമുക്ക് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്ന് നമുക്കറിയില്ല കറക്റ്റായിട്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ റൈഡേഴ്സ് തന്നെയാണെന്നാണ് ധാരണ. പക്ഷെ നമുക്ക് പെട്ടെന്ന് വിചാരിച്ചത് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ നമ്മൾ. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലാന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തിരിച്ചു വരേണ്ടി വരും. അതാ പോലും എളുപ്പമല്ലാന്ന് തോന്നുന്നു. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ക്വാളിറ്റീനെ പറ്റിയും വലിയ ധാരണയില്ല, അതുപോലെ ഓഡിയോ ക്വാളിറ്റീനെ പറ്റിയും വലിയ ധാരണയില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ DJ Osmo Action 4 ആണ്. അതിൻ്റെ ഒപ്പം DJ വയർലെസ് മൈക്ക് 2. ഇതിന് ഇപ്പോൾ വയർലെസ് മൈക്ക് 2 സെറ്റപ്പിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ചില സമയത്ത് പെയറിങ്ങിനൊക്കെ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റോപ്പിംഗ് പോയിൻ്റ് എത്തിയേക്കാണ്. ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ നമുക്ക് ഫർദർ ഇൻഫർമേഷൻസ് പറഞ്ഞു തരും. വിശുന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചൂടേ കറക്റ്റായിട്ട് നമുക്ക് അപ്പോഴാണ് അറിയാൻ പറ്റുക. റണ്ണിങ്ങിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ജാക്കറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് സമ്മർ ടൈമാണ്. പക്ഷേ ലഡാക്കിലെ ക്ലൈമറ്റ് ഞാൻ കേട്ടിട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാമെന്നാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഭയങ്കര കോൾഡ് ക്ലൈമറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ വാം സീസണാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തെർമൽ ലൈനേഴ്സൊന്നും കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ക്യാരി ചെയ്തേ പറ്റുള്ളൂ. റോഡ് ഒരു രക്ഷയില്ല, ഇടലാണ്. ചില സ്ഥലത്ത് നമുക്ക് റോഡ്സ് അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ അതുവരെയൊക്കെ അടിപൊളി റോഡ് ആണ്. എന്തായാലും നല്ല മെയിൻ്റെനൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. ത്രൂ ഔട്ട് നമ്മൾ കാണുമ്പോൾ സീനറി മുഴുവൻ സെയിം തന്നെയായിട്ടാണ് തോന്നുന്നത്. എല്ലാ മൗണ്ടൻസിൻ്റെയും ഇവിടെ കളർ ഏതാണ്ട് സെയിം തന്നെയാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറി വരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്ന് ഏതാണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് എന്ത് പറയുക നമ്മൾ റൈഡ് ഇന്നത്തെ. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ടുള്ള റൈഡുകളിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടിയും ചേഞ്ച് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും, ലാൻഡ്സ്കേപ്പൊക്കെ.
ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ലൈനായിട്ട് ഓടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അധികം ഓവർടേക്ക് ചെയ്യാണ്ട്. പക്ഷെ നമ്മൾ കുറേ നേരം ഒരേ പൊസിഷനിൽ പോകുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചിലപ്പോൾ വോയിസ് എന്തോ ഇടയിൽ വെച്ച് ബ്രേക്ക് ആണോ പോലെ ചിലപ്പോൾ തോന്നുന്നുണ്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിപ്സൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. ഭയങ്കര ഡ്രൈ ക്ലൈമറ്റ് ആണിപ്പോൾ. അതുകൊണ്ട് എന്താ പറയുക, സംസാരമൊന്നും അത്ര കറക്റ്റ് ആയിരിക്കണമെന്നില്ല ഇപ്പോൾ. അതിൻ്റെ അർത്ഥം റൈഡിങ് ഒക്കെ പെർഫെക്റ്റ് ആണെന്നല്ല. പക്ഷേ ഇനി മുന്നോട്ട് പോകും തോറും നമുക്കതെല്ലാം പക്കയാക്കി എടുക്കാം. അതൊക്കെ മാക്സിമം പോകുന്നുള്ളൂ ഏതാണ്ട്. അത് ഇവിടുത്തെ സ്ഥലത്ത് നമുക്ക് എന്താ പറയുക, ഓക്സിജൻ കണ്ടൻറ്റ് കുറവായ കാരണം നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസും അതിനനുസരിച്ച് കുറയുന്നു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹൈ പെർഫോമൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഹൈ ഓർഡർ ഓൾട്ടിറ്റ്യൂഡ്സ് എത്തുന്നതോറും നമ്മുടെ പവർ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇതുവരെ ഓടിച്ചിടത്തോളം ഈ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഇമ്പ്രൂവ് ആവുള്ളൂ. കുറച്ചും കൂടി ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് കയറുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക് ഹെൽത്ത് വൈസൊക്കെ. പക്ഷേ ഇങ്ങനെ ഓപ്പൺ എന്താ പറയുക, തീരെ ട്രാഫിക് കുറവുള്ള റോഡ്സ്, ഇതിപ്പോൾ നമ്മുടെ വണ്ടികൾ മാത്രമാണ് മോസ്റ്റ്ലി പെട്ടെന്ന് അടുത്തടുത്ത് കാണുന്ന ബൈക്സ് മുഴുവൻ. ബാക്കി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. ഇതിൽ ആർമിയുടെ വണ്ടികൾ വരുമ്പോൾ മുഴുവൻ നമ്മൾ അവർക്ക് സൈഡ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ റോഡിൽ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നാരോ റോഡ്സിലാണ് പോകണമെങ്കിൽ പോലും ആർമിയുടെ വണ്ടികൾക്കാണ് പ്രയോറിറ്റി. കുറച്ച് പേര് സോളോ ആയിട്ടുണ്ട്, കുറച്ച് പേര് പില്ലിയൺ ആയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനൊന്നും വേറെ കാണാനില്ല. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ ബൈക്ക് മാത്രമേ കാണാനുള്ളൂ. ബാക്കി എല്ലാവരും ബാക്കിലാണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഇനി അധികം സ്പീഡിൽ പോകേണ്ടത്. അങ്ങനെ നമ്മളെപ്പോഴും ഒരു ഫോർമേഷൻ്റെ ഒപ്പം വേണം പോകാൻ. കുറേ നേരം ബാക്കിൽ ഓടിച്ച് ബോറടിച്ചപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്താണ്. ഇതിന് മുന്നിൽ ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. നമുക്ക് ഫ്രണ്ടിലധികം വണ്ടികൾ ഇല്ലാണ്ട് ഓപ്പൺ റോഡ് കാണുന്നൊരു സുഖം എന്തെങ്കിലും വേറെ കാറൊക്കെ വരുമ്പോൾ അത് കിട്ടില്ല. എന്നാലും പക്ഷേ നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നത് മാത്രം. മോശം. എൻ്റെ ബ്രേക്കൊക്കെ കണക്കാണ്, എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ബൈക്ക് കൊണ്ട് പോണത്. ഇവർ ഇതൊക്കെ കറക്റ്റാക്കി തരേണ്ടതാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അത്രയുള്ള ഒരു അപ്രോച്ച് കുറച്ചൊരു ലേസി മോഡാണ് അവർ. നമ്മൾ പറ്റാവുന്ന രീതിയിൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്നു മാത്രം. തീരെ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് അവർ
അത് ഫിക്സ് ചെയ്ത് തരാം. നമ്മുടെ ഇപ്പം നമുക്കൊരു മെക്കാനിക്ക് വാനുണ്ട്. ഇപ്പം നമ്മളെന്ന് തോന്നുന്നു അടുത്ത സ്റ്റോപ്പാന്ന് തോന്നുന്നു നമ്മുടെ അല്ലേ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാപ്റ്റൻ. ചില സമയത്ത് നമുക്കൊരു തലവേദന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അല്ല വെയിലടിച്ചതിൻ്റെ ആണോ എന്താ സംഭവം നമുക്കറിയില്ല. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൽ അതൊരു തലവേദനയായിട്ടാണ് തോന്നുന്നത്. ഒന്നുകൂടി താഴ്ത്തി ന്യൂട്രൽ വീഴുമെന്നൊരു പേടിയുണ്ട്. അത് നമ്മളിങ്ങനെ കർവൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ അത് പ്രശ്നമാണ്. അതൊന്നും കൂടി കറക്റ്റാക്കണം. പിന്നെ പുതിയ വണ്ടിയും കൂടി ആയതുകൊണ്ട് കോർണറൊക്കെ എടുക്കുന്നത് കറക്റ്റായിട്ട് വരണം. അയ്യോ, ഞാൻ റോഡിൽ നിന്ന് പുറത്തേക്ക് പോയ തീരുമാനമായി. കോർണർ എടുക്കാൻ പഠിച്ചില്ലെങ്കിൽ സീറ്റ. അയ്യോ, ഇനി ഇവിടെ ഫുള്ള് ട്വിസ്റ്റീസാണ് വരുന്നത്. ഹെൽമെറ്റിലൊക്കെ കൂളിംഗ് ഫ്രെയിം ഉണ്ടായിട്ട് പോലും നമുക്ക് ചില സമയത്ത് വെയിലടിച്ചിട്ട് നന്നായിട്ട് കണ്ണിക്ക് കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കേണ്ടി വരുന്നത് തോന്നുന്നു. വാവ്, ഓസം. വീണ്ടും റോഡ്സ് വേറെ ലെവലായിക്കാണ്.
റോഡുകളുടെ ലെവൽ വേറെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. സൈഡിലൊക്കെ പൊക്കെയാണ്. അത് നമ്മളിങ്ങനെ അധികം ഓടിച്ച് പരിചയമില്ലാത്ത ഹിമാലയനിൽ ഇങ്ങനെ എല്ലാം ശരിയാവും എന്നുള്ളൊരു മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം ശരിയാവട്ടെ അല്ലേ. അപ്പോൾ ആൾ തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ. അതിന് മുമ്പിൽ വേറെ വണ്ടികളൊന്നുമില്ല. ആൾ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വിട്ടിട്ട് നമ്മൾ വല്ല കാട്ടുമുക്കിലായിരിക്കും പിന്നെ ചെന്ന് കിടക്കുക. പിന്നെ ഇവരെന്നെ വരേണ്ടി വരും നമ്മൾ എടുത്തുകൊണ്ട് വരാൻ. ഇപ്പോൾ തോന്നുന്നു ഇതിവിടെ വഴി അറിയുന്ന സ്ഥലമായിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു എന്നാണ്. ഇങ്ങനെ അങ്ങോട്ട് കണ്ണടച്ച് പോവായിരുന്നു. കാരണം അത്രയ്ക്ക് ഇടലിന് റോഡുകളാണ്. നമ്മളവിടെ കുറച്ച് സ്ലോ ആയിട്ട് ഓടിക്കേണ്ടി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി ബോറടിക്കും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഗ്രൂപ്പ് റൈഡിൽ നല്ലത് കുറച്ച് സ്ലോ ആവുക, എന്നിട്ട് എല്ലാവരും പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പിന്നെ ഓവർടേക്ക് ചെയ്യാമെന്നായിരിക്കും നല്ലത്. ആളുടെ അടുത്ത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി തോന്നുന്നു. ഓ, റിവർ പോയിൻ്റ് ആണല്ലോ. ഇതാണോ സംഗം റിവർ? ഇവിടെ ചോദിക്കാം നമുക്ക്. ഇത് റിവറാണ്, പക്ഷേ അതിൻ്റെ കളറ് കണ്ടിട്ടേ നമുക്ക് മനസ്സിലാവണില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടൈം നമുക്ക് വേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്കങ്ങനെ നിർത്തണില്ല എന്ന് തോന്നുന്നു ആരോ ഒരു സ്ഥലത്ത്. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഇതിപ്പോൾ സോളോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോ എടുത്ത് തരായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ ഒപ്പം തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇവർ പറയുന്ന ഒരു പൊസിഷനിൽ മാത്രം നമുക്ക് നിർത്താൻ ഉള്ള ഒരു ഓപ്ഷനുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്യാങ്ങിൽ നിന്ന് മാറി പോകും. ഓ, കുറച്ച് സ്റ്റീപ്പ് ടേൺ ആണ്. അവിടെ നിന്നൊരു ലോറി വരുന്നുണ്ട്. ഇവിടെ അത്ര വിടുത്ത് കുറവൊന്നുമില്ല റോഡ്. പക്ഷെ ഇനി ഞങ്ങൾ പോകും തോറും റോഡിന് വിടുത്ത് നന്നായിട്ട് കുറഞ്ഞു വരുന്ന തോന്നുന്നുണ്ട്. കൈ നന്നായിട്ട് മരവിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. തണുപ്പിൻ്റെ ഇല്ല, കാരണം ഹിമാലയൻ വൈബ്രേഷൻ ആണോ എന്ന് സംഭവം ഡൗട്ടുണ്ട്. ഹിമാലയനിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് പാഡ് ഹീറ്റായി പിന്നെ പഴയ ബൈറ്റ് കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്യുക, എന്നിട്ട് ബാക്കി മാത്രം ബ്രേക്ക് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വഴി ചേഞ്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് ഇറങ്ങും. അവർ നമ്മുടെ ഒപ്പമുള്ളവരെല്ലാവരും ഇല്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണമായിരിക്കും.
നമുക്ക് ചില ടേണിങ്ങിലൊക്കെ നമ്മുടെ ഹൈറ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഒന്നുകൂടി ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കംഫർട്ടബിളായിട്ട് വരുന്നുള്ളൂ. ഏത് ഗിയറിലാണെന്ന് മനസ്സിലാവാത്തതാണ് ഒരു പ്രശ്നം. നമ്മളിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ക്യാപ്റ്റനാണ് ശരിക്കും ലീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപ്റ്റൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് വഴിയിൽ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ ബൈക്കിൻ്റെ ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മളിങ്ങനെ ഒരുമിച്ചല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാകെ പെട്ടുപോകും. ക്യാപ്റ്റനാണോ നമ്മുടെ നിർത്താനാണോ പറഞ്ഞത്? ഓ അല്ല ചെറിയൊരു കാറ്റ്.